കുപ്രസിദ്ധ ഗുണ്ട ഓം പ്രകാശ് ഹൈദരാബാദിൽ നിന്ന് അന്വേഷണ സംഘം ഡൽഹിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് കടന്നതായാണ് സൂചന. മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. മറ്റൊരു കുപ്രസിദ്ധ ഗുണ്ട പുത്തൻപാലം രാജേഷ് തമിഴ്നാട്ടിൽ നിന്നും അന്വേഷണ സംഘം പറയുന്നു. വി വിനോദ് ഉണ്ട് വിവരങ്ങളുമായി. വിനോദ്, ഹൈദരാബാദിലേക്കും തമിഴ്നാട്ടിലേക്കും ഇവർ കടന്നിരിക്കുന്നു എന്ന വിവരം അന്വേഷണ സംഘത്തിന് കിട്ടുന്നു. ഇനിയുള്ള നീക്കം എന്താണ്? അവിടെ പോയി പിടിക്കുക അത് ഉദ്ദേശിക്കുന്നുണ്ടോ? പ്രധാനപ്പെട്ട ഗുണ്ടകൾ, അതായത് കുപ്രസിദ്ധ ഗുണ്ടകളായ ഓംപ്രകാശും പുത്തൻപാലം രാജേഷും ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. നിതിന്റെ സംഘവുമായാണ് ഓംപ്രകാശിന്റെ സംഘം ഏറ്റുമുട്ടൽ പാറ്റൂരിലുണ്ടായത്. ഇതിനുശേഷം ഇരു സംഘങ്ങളിൽപ്പെട്ട ചില ഗുണ്ടകൾ കീഴടങ്ങിയെങ്കിലും മറ്റു ചിലരെ പിടികൂടുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ഈ സംഘത്തിന്റെ തലവന്മാർ ഒളിവിൽ തുടരുകയാണ്. ഡൽഹിയിലേക്ക് നേരത്തെ ഓംപ്രകാശ് കടന്നു എന്ന വിവരങ്ങളുണ്ടായിരുന്നു. അവിടെ നിന്ന് ഹൈദരാബാദിലേക്ക് പോയി എന്ന അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നുണ്ട്. രണ്ട് സംഘങ്ങളാണ് തമിഴ്നാട്ടിലും ഹൈദരാബാദിലുമായി അന്വേഷണം നടത്തുന്നത്. പുത്തൻപാലം രാജേഷ് ഇപ്പോൾ തമിഴ്നാട്ടിലുള്ളതായാണ് വിവരം. രണ്ട് കേസുകളാണ്. രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതിലാണ് ഓംപ്രകാശ് പ്രതിയായുള്ളത്. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആംബുലൻസ് ഡ്രൈവറെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിലാണ് പുത്തൻപാലം രാജേഷ് പ്രതിയായുള്ളത്. ഒരു കാലത്ത് തലസ്ഥാന ജില്ലയെ വിറപ്പിച്ച ഗുണ്ടകളാണ്. വീണ്ടും അവർ തലസ്ഥാനത്ത് തലപൊക്കുന്നു. ഇവിടെ വികസന പ്രവർത്തനങ്ങൾ, റിംഗ് റോഡ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള മണ്ണ്, അതിന്റെ ഒരു ലക്ഷ്യം വെച്ച് തന്നെ, അതിന്റെ ഈ കൊട്ടേഷൻ നേടുക എന്ന ലക്ഷ്യം വെച്ച് ഈ ഗുണ്ടകൾ വീണ്ടും വരുന്നുവെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇവരുമായി ബന്ധമുള്ള ചില ഉദ്യോഗസ്ഥർ കൂടിയുണ്ട്. ചിലർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. മറ്റു ചിലർക്കെതിരെയുള്ള നടപടികളും വൈകാതെ ഉണ്ടാകും. രേണുക. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഒരിടവേള കൂടി.